വയനാട്ടിൽ പ്രചരണം കൊഴുക്കവേ രാഹുലിനെ കുടുക്കാനുള്ള എന്തെങ്കിലും പഴുത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം. ഒരു പക്ഷേ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഹെലികോപ്റ്ററിൽ അന്വേഷണവുമായി ഒരു സംഘം ആളുകൾ എത്തിയത്. രണ്ടാം ഘട്ട പ്രചരണത്തിനായി കേരളത്തിലേക്ക് തിരിക്കവെയാണ് രാഹുൽ ഗാന്ധി സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ പരിശോധനയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത്. വയനാടിനടുത്തുള്ള തമിഴ്നാട് നീലഗിരി താളൂരിൽ വെച്ചായിരുന്നു ഫ്ലൈയിങ് സ്ക്വാഡ് ഹെലികോപ്റ്റർ പരിശോധിച്ചത്. രാവിലെ 9:30 നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ഹെലികോപ്റ്ററിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധനയുമായി രംഗത്തു വന്നത്. പിന്നീട് പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് രാഹുൽ സുൽത്താൻ ബത്തേരിയിലേക്ക് പുറപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയുമാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന വ്യാപക വിമർശനം നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അവരുടെ ഉന്നത നേതാവിന്റെ ഹെലികോപ്റ്ററാണ് കമ്മീഷൻ ഇപ്പോൾ പരിശോധിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പതിവാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. അതേസമയം വയനാട്ടിൽ വമ്പൻ റോഡ് ഷോയാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. സുൽത്താൻ ബത്തേരിയിലാണ് ആദ്യ റോഡ് ഷോ നടന്നത്. വൻ ജനാവലിയുടെ പിന്തുണയോടുകൂടിയാണ് റോഡ് ഷോ നടക്കുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ റോഡ് ഷോയിൽ ഒരു പാർട്ടിയുടെയും കൊടി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേകത. ബലൂണുകളും പ്ലക്കാർഡുകളും മാത്രമാണ് റോഡ് ഷോയിലുള്ളത്. മണ്ഡലത്തെ ഇളക്കിമറിച്ച രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വെച്ച് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഓരോ ഇടത്തെയും ഭാഷകൾ അതാത് നാഗരികതയുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അതേസമയം രാത്രി യാത്രാ നിരോധനത്തെക്കുറിച്ചും രാഹുൽ സംസാരിച്ചു. ഇക്കാര്യം പരിഹരിക്കാൻ ബാധ്യസ്ഥനാണ്. പ്രധാനമന്ത്രിക്ക് പലതവണയാണ് കത്തെഴുതിയത്. പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വയനാടിന് ഒരു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ലേ? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പല തവണ കത്തെഴുതി, പക്ഷേ പരിഹരിക്കുന്നില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തുകയുണ്ടായി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സുൽത്താൻ ബത്തേരിയുടെ പേരു മാറ്റുമെന്ന പരാമർശത്തിൽ രാഹുൽ പ്രതികരിച്ചില്ല. അതേസമയം പുൽപ്പള്ളി, മാനന്തവാടി, വെള്ളമുണ്ട എന്നിവിടങ്ങളിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. രണ്ടാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായാണ് രാഹുൽ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത്. വയനാട് മണ്ഡലത്തിൽ വലിയ പോരാട്ടമൊന്നും കൂടാതെ വിജയിക്കാമെന്ന് തന്നെയാണ് രാഹുലിന്റെ പ്രതീക്ഷയും. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുമോ എന്ന് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടാതെ ആനി രാജയെ പോലെയുള്ള ദേശീയ നേതാവ് തന്നെ എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിന്റെ വെല്ലുവിളികളും കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നുണ്ട്. NDAക്ക് വേണ്ടി കെ സുരേന്ദ്രൻ തന്നെയാണ് രംഗത്തിറങ്ങുന്നത്. അതേസമയം രാഹുലിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലുണ്ട്. തൃശൂരിൽ പ്രസംഗിച്ച അദ്ദേഹം ആറ്റിങ്ങലിലെ പരിപാടിയിലും പങ്കെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മോദി അടിക്കടി കേരളത്തിലെത്തുന്നത് BJP അക്കൗണ്ട് തുറക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനി സാധ്യമാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.